സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാനസ മനോജ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി. മാനസ, ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലർട്ട് നിലനിൽക്കുന്നു? നിലവിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി 4 ജില്ലകളിലാണ് സംസ്ഥാനത്ത് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ബാക്കി ഉള്ള ജില്ലകളിലൊക്കെയും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 23 വരെയുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. 22-ാം തീയതി 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ 23-ാം തീയതി 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കും മഴ ലഭിക്കുക. അതിതീവ്ര മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തും എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ നിരീക്ഷണ കേന്ദ്രമുള്ളത്. ഈ മെയ് 22 അതിതീവ്ര മഴ ലഭിക്കും. അതോടൊപ്പം തന്നെ തെക്കൻ തമിഴ്നാടിന് മുകളിലായുള്ള ചക്രവാത ചുഴിയും ഒപ്പം ബംഗാൾ ഉൾക്കടലിന് മുകളിലായുള്ള ന്യൂനമർദ്ദ കൂടി ശക്തി പ്രാപിക്കുന്നതോടെ കേരളത്തിൽ മെയ് 31 കാലവർഷം എത്തുമെന്ന നിഗമനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവരും തീരദേശത്തുള്ളവരും താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരുമാണ് ശ്രദ്ധ പുലർത്തേണ്ടത്. അതോടൊപ്പം തന്നെ തീരദേശത്ത് കടലാക്രമണ സാധ്യതയും ഉയർന്ന തിരമാലയും ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശവും നൽകി. ഒപ്പം വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്ര നടത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് വരുന്നത് വരെ ഇത്തരത്തിൽ യാത്രകളൊന്നും പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശരി മാനസ, സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാനസ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.